അല്പസമയത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു. 1-2 യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായത്തിൻ്റെ 7 നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. നിങ്ങൾ പുതുതായി ജനിക്കണം. ഇവിടെ നിക്കോദോമോസ് എന്ന പേരുള്ള ഒരു സഹോദരനാണ് യേശുവിനെ സമീപയെ കടന്നു വന്നത്. യേശുവിൻ്റെ സമീപയെ കടന്നു വന്നത്. ആ സഹോദരൻ വളരെ പ്രായമുള്ള മനുഷ്യനായിരുന്നു, വൃദ്ധനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന വിശുദ്ധ വംശമേ, ഈ നിക്കോദോമസിനെ കുറിച്ച് എൻ്റെ അറിവ് നിങ്ങളോട് പങ്കുവച്ചാൽ, അദ്ദേഹം ദൈവഭക്തനായിരുന്നു. അതായത് യേശുവിൻ്റെ ഭക്തനായിരുന്നു. യേശുവാണ് അവൻ്റെ ദൈവമെന്ന് അവൻ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോഴും അറിയത്തില്ലായിരുന്നെങ്കിലും അവൻ യേശുവിൻ്റെ ഭക്തനായിരുന്നു. കാരണം യേശു തന്നെ പറയുന്നുണ്ട് നിക്കോദോമസിനോട്, ഈ അധ്യായത്തിൻ്റെ 13 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ. നിക്കോദോമസിനോട് ഒരു മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശു സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ വേളയിൽ സ്വർഗസിംഹാസനത്തിൽ യേശു എന്ന നിലയിൽ, മനുഷ്യപുത്രൻ എന്ന നിലയിലും യേശു എന്ന പേരിൻ്റെ ഉടമസ്ഥൻ എന്ന നിലയിലും തൻ്റെ സിംഹാസനത്തിലിരുന്ന് പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അക്കാലത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാരെന്ന് മാത്രമല്ല, അന്ന് ജീവിച്ചിരുന്ന സകല മനുഷ്യ ഹൃദയങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ട്, ജനിച്ചു മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ഹൃദയത്തിലും മരിച്ചുപോയ ജാതികളുടെ ഹൃദയങ്ങളിലും അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട് സകലതും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്നുള്ള തിരുവെഴുത്തിൻ പ്രകാരം ശരീരത്തിൽ നിലകൊള്ളുമ്പോൾ തന്നെ സ്വർഗത്തിൽ വസിച്ചുകൊണ്ട് തൻ്റെ സകല പ്രവർത്തികളും ചെയ്തുകൊണ്ടിരുന്ന ഈ യേശുവിൻ്റെ അരികിലേക്കാണ് നിക്കോദോമസ് എന്ന സഹോദരൻ കടന്നു വന്നത്. നിക്കോദോമസ് ഭക്തിയോടെ സേവിച്ചിരുന്ന അവൻ്റെ ദൈവത്തിൻ്റെ അരികിലേക്കാണ് അവൻ കടന്നു വന്നത്. പക്ഷെ അവൻ അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. അവന് പിന്നത്തെ തിരിച്ചറിയുമാറാക്കി ദൈവം. പക്ഷേ ഈ സന്ദർഭത്തിൽ അവൻ അറിയത്തില്ലായിരുന്നു. എന്നിരുന്നാലും അവൻ ദൈവഭക്തനായിരുന്നു എന്നുള്ളത് കർത്താവിന് അറിയാമായിരുന്നു, അവൻ ഭക്തനാണെന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് മറ്റുള്ള അക്കാലത്ത് ജീവിച്ചിരുന്ന പരീശന്മാരെയോ ന്യായപ്രമാണം സംബന്ധിച്ച ഉപദേഷ്ടാക്കന്മാർക്കോ വെളിപ്പെടുത്തി കൊടുക്കാത്ത കാര്യങ്ങൾ ദൈവപുത്രൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവന് മനസ്സിലാക്കി കൊടുത്തിരുന്നു. അതാരായാനുള്ള കൃപ അവന് പകർന്നിരുന്നു. ഇന്നും യേശു ക്രിസ്തു അങ്ങനെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിവില്ല എങ്കിലും ദൈവഭക്തരായിരിക്കുവാൻ താല്പര്യമുള്ളവരുടെ ഹൃദയത്തിൽ കർത്താവ് പ്രവർത്തിച്ചിട്ട് അവരുടെ ചിന്തകളെയും അവരുടെ ആലോചനകളെയും ദൈവഹിത പ്രകാരം അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചുകൊണ്ട്, അവരുടെ മനസ്സിൽ പ്രവർത്തിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നു, അവൻ മുന്നറിഞ്ഞവരെ, തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ മുന്നറിവിൽപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ മുന്നറിവിൽപ്പെട്ടവർ പ്രത്യേകത, അവർ യേശു ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പേയും അവർ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ഭക്തിയിൽ ഒരു കുറവും വരുത്തുകയില്ല. അവർ ദൈവത്തെക്കുറിച്ച് അറിയുവാൻ ആരാഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ദൈവിക ഉപദേശങ്ങൾ ഏത് കേട്ടാലും, സ്തോത്രം,
അതിനെ ഇങ്ങനെ ആ ഉപദേശങ്ങൾ ദൈവികമാണോ എന്ന് ആരാഞ്ഞും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. ആര് ദൈവവചനം പറഞ്ഞാലും അത് തിരസ്കരിക്കില്ല. അത് ദൈവവചനവുമായിട്ട് അവർ ഒത്തുനോക്കും. അവരുടെ അറിവിൽ അവർ ദൈവവചനവുമായിട്ട് ഒത്തുനോക്കും. ഈ ചിന്ത, അവരുടെ അറിവിലുള്ള ആ സത്യ അന്വേഷണത്തെ ദൈവം ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ഹൃദയത്തിലും. അങ്ങനെ ഹൃദയത്തിൽ സത്യം അന്വേഷിക്കുന്നു എന്ന് കർത്താവിന് ബോധ്യമാകുന്ന ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് അവൻ തിരിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നിക്കോദോമസിൻ്റെ ജീവിതത്തിലും കർത്താവാകുന്ന ദൈവത്തെങ്കിലേക്ക് അവൻ എത്തിച്ചേരേണ്ടതിന് കർത്താവ് അവനെ നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഇക്കാരണങ്ങളാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിക്കോദോമസ് ഒരു ദിവസം രാത്രിയിൽ ഇരുട്ടുള്ളപ്പോഴേക്ക് കടന്നു വന്നു. എന്നിട്ട് അവൻ ചില സംശയങ്ങൾ യേശുവിനോട് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, നീ മറ്റുള്ളവരെ പോലെ അല്ല, നിന്നിൽ ഞാൻ എന്തൊക്കെയോ പ്രത്യേകതകൾ കാണുന്നു. നീ മോശയെ പോലെയല്ല, നീ ഏലിയാവിനെ പോലെയല്ല, നീ ഏലിശയെ പോലെയല്ല, മറ്റുള്ള പ്രവചന പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരെ പോലെ അല്ല നീ. നിന്നിൽ ഞാൻ എന്തോ പ്രത്യേകത കാണുന്നു. നീ ദാവീദിന്റെ പോലെയല്ല, എനിക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകന്മാരെ പോലെയോ ദൈവദാസന്മാരെ പോലെ അല്ല നീ. നിന്നിൽ എന്തോ വ്യത്യാസം ഞാൻ കാണുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യേണ്ടു? കർത്താവാകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ പറയുകയാണ്, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി, ഒരുപാട് പ്രമാണിമാരുണ്ട്, ഒരു പ്രമാണിയായി നിക്കോദോമസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, ഞങ്ങൾ അറിയുന്നു. നീ സാധാരണക്കാരനല്ല, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് ഞാൻ. ഇതെങ്ങനെ അറിഞ്ഞു? ഒരുപാട് പ്രമാണിമാർ അക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, ഒരുപാട് പ്രമാണിമാർ. എന്നാൽ അവർക്കൊന്നും ലഭിക്കാത്തതായ ഒരു വെളിപ്പാട് യേശുവിനെ കുറിച്ച് നിക്കോദോമസിന് ലഭിച്ചു. എന്താ ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ പ്രമാണിമാർക്ക് ലഭിക്കാത്ത വെളിപ്പാട് നിക്കോദോമസിന് ലഭിക്കാൻ കാരണം? നിക്കോദോമസ്, ഒന്നാമത്തെ കാര്യം, അവൻ നിഷ്കളങ്കനായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവൻ ദൈവഭക്തനായിരുന്നു. മൂന്നാമത്തെ കാര്യം, അവൻ കേൾക്കുന്ന വചനം അവൻ ഒത്തുനോക്കുന്നുണ്ടായിരുന്നു. നാലാമത്തെ കാര്യം, അവന് ആത്മാവിൽ വിവേചനം ഉണ്ടായിരുന്നു. അക്കാലത്തെ അവൻ ആത്മാവിൽ വിവേചനം ഉണ്ടായിരുന്നു. അവൻ ന്യായപ്രമാണത്തെ സൂക്ഷ്മതയോട് പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ന്യായപ്രമാണത്തിന് കീഴിൽ അവർക്ക് വെളിപ്പെട്ടിരുന്ന സകല വിശുദ്ധന്മാരെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ആരാഞ്ഞ് പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തിയാണ് നിക്കോദോമസ്. എന്നാൽ അവരിൽ ഒരാളെ പോലെയോ ഇനി അവരുടെ കൂട്ടത്തിൽ ജനിച്ചു വളർന്നാൽ ഉണ്ടാകുന്ന മറ്റൊരാളെ പോലെയോ, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അവൻ ആരാഞ്ഞ് പഠിച്ചു. സക്രിയാവിൻ്റെ പുത്രനെ കുറിച്ചും സക്രിയാവിനെ കുറിച്ചും പഠിച്ചു. ഇവരെല്ലാം മാനുഷിക തലത്തിൽ ജനിക്കപ്പെട്ട പ്രവാചകന്മാരും ദൈവത്തിൻ്റെ പൈതൃകങ്ങളുമാണെന്ന് അവർക്ക് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ യേശുവിനെ പഠിച്ചു നോക്കിയപ്പോൾ ഇവരിൽ നിന്ന് വ്യത്യസ്തനാണ്. അതുകൊണ്ട് അവന് മനസ്സിലായി, ഇവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് നേരിട്ട് വന്നതാണ്. മറ്റുള്ളവരെല്ലാം മാനുഷിക തലത്തിൽ ജഡത്തിൽ ജനിച്ചിട്ട് ദൈവം അഭിഷേകം ചെയ്ത അഭിഷിക്തന്മാരാണെന്നും, എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാളല്ല എന്നും അവൻ്റെ ബുദ്ധിയിൽ യേശുക്രിസ്തുവിൻ്റെ തിരുവെഴുത്തിലൂടെ അല്ലെങ്കിൽ ന്യായപ്രമാണ വ്യവസ്ഥയിലൂടെ അവൻ്റെ ഭക്തിയിലൂടെ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലൂടെ അവൻ വിവേചിച്ചറിഞ്ഞു. എന്നിട്ടാണ് അവൻ ഒരു കൂട്ടത്തെ അവൻ്റെ അറിവ് പഠിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടത്തെ അവൻ വാർത്തെടുത്തിട്ട് ഒരു ദിവസം
യേശുവിൻ്റെ അരിക്കൽ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ അറിയുന്നു നീ ഞങ്ങളിൽ ഒരുവനെ പോലെ അല്ല. നിന്നെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, നീ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്, നീ കർത്താവാകുന്ന ദൈവം നിന്നെ അയച്ചിട്ട് വന്നവനാണ്. ഗുരുവേ, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നവനാണെന്ന് ഞാൻ അറിയുന്നു. പ്രിയരെ, ഈ അറിവ് അവന് കൊടുത്തത് ദൈവം തന്നെയാണ്. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രങ്കിലേക്ക് വരുന്നില്ല എന്ന് കർത്താവ് തന്നെ പറയുന്നല്ലോ. അങ്ങനെയെങ്കിൽ പിതാവെന്ന നിലയിൽ സ്വർഗത്തിൽ യേശു എന്ന പേരിൻ്റെ ഉടമസ്ഥൻ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് നിക്കോദോമസിനെ ആകർഷിച്ചു. അപ്പോൾ ശരീരത്തിലിരുന്ന യേശുവിൻ്റെ അരികിലേക്ക്, പുത്രൻ എന്ന നിലയിൽ ശരീരത്തിലിരുന്ന യേശുവിൻ്റെ അരികിലേക്ക് ഈ നിക്കോദോമസിനെ ഈ ശരീരത്തിലിരുന്ന യേശു എന്ന പേരിൻ്റെ ഉടമസ്ഥനായ ആത്മാവ് തന്നെ അവങ്കിലേക്ക് ആകർഷിച്ചു. ആ ആത്മാവ് ആരാണ്? പിതാവായ ദൈവം. എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ. അപ്പോൾ സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ യേശു എന്ന നിലയിൽ, പരിശുദ്ധനായ പിതാവ് എന്ന നിലയിലും മനുഷ്യപുത്രൻ എന്ന നിലയിൽ ഇരിപ്പാൻ കഴിവുള്ള കർത്താവ്, അതേ കർത്താവ് തന്നെ ഭൂമിയിൽ മനുഷ്യൻ എന്ന നിലയിൽ ഇരുന്നിട്ട് നിക്കോദോമസിനെ തൻ്റെ അരികിലേക്ക് ആകർഷിച്ചു. അതുകൊണ്ടാണ് നിക്കോദോമസ് പറഞ്ഞത്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ എൻ്റെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, യേശുവിൻ്റെ മനുഷ്യ ജനനത്തെ വെറും ഒരു മാനുഷിക ജനനമായും അവൻ ദൈവത്തിൽ രണ്ടാമനായും മൂന്നാമനായും നാലാമനായും അല്ലെങ്കിൽ പലവനായും നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ, പഠിപ്പിക്കുന്നവരോടും ചിന്തിക്കുന്നവരോടും ഞാൻ ചോദിക്കട്ടെ, നിക്കോദോമസിനുള്ള വെളിപ്പാട് പോലും നിങ്ങൾക്കില്ലല്ലോ എൻ്റെ പ്രിയരെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ പറയുന്നത് തിരുവെഴുത്തും പ്രകാരം നിങ്ങളൊന്ന് വിവേചിച്ചു നോക്കിക്കേ. ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ? നിങ്ങളെപ്പോലെ സമസൃഷ്ടിയല്ലേ? നിക്കോദോമസ് യേശുവിൻ്റെ അരികിൽ വരുന്നതിന് മുമ്പേ നിക്കോദോമസ് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് അവൻ ആദ്യം പറയുന്നത്. എന്താണ്? ഗുരു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. ഇത് സാധാരണ വെളിപ്പാടാണോ? അസാധാരണ ഈ വെളിപ്പാട് ലഭിച്ചത് യേശു ശരീരത്തിലിരിക്കുമ്പോഴാണെന്ന് മനസ്സിലാക്കണം. അവൻ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ വഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് അവൻ്റെ പൂർണ്ണ ദൈവത്വം ലോകം അറിഞ്ഞത്, അല്ലെങ്കിൽ യഹൂദൻ ഈ ലോകം അറിഞ്ഞത്, യഹൂദൻ അറിഞ്ഞത്. കൂടെ അവൻ്റെ കൂടെ ഇരുന്ന ശിഷ്യന്മാർ പോലും അവൻ്റെ ദൈവത്വം അറിയുന്നത് അപ്പോഴാണ്. തോമസ് ലീഗ നമ്മുടെ അരികിൽ വന്ന തോമസ് ലീഗ അത് പറയുന്നുണ്ട്. ഞാൻ അവൻ്റെ വിലാപ്പുറത്ത് കൈയിടാതെയും അവൻ്റെ ആണിപ്പെഴുത് കാണാതെയും ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ്, അവർക്ക് പ്രത്യക്ഷനായതിനു ശേഷമാണ് ശിഷ്യന്മാർ പോലും യേശുവിൻ്റെ ദൈവത്വം തിരിച്ചറിയുന്നത്. അതിനു മുമ്പേ നിക്കോദോമസ് എന്ന വ്യക്തി യേശുവിൻ്റെ ദൈവത്വം, യേശു എന്ന ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി. പ്രിയരെ, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം, നിങ്ങൾ ദൈവമെന്ന് യേശു ക്രിസ്തു ദൈവമെന്ന് പറയുമ്പോൾ, നിങ്ങൾ ദൈവമെന്ന് വിശ്വസിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവത്തിന് പരിമിതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു? എൻ്റെ പ്രിയരെ, നിങ്ങൾ ദൈവം, യേശു ക്രിസ്തു ദൈവം എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങൾ യേശുക്രിസ്തുവിന് എന്തിനു വേണ്ടിയാണ് പരിമിതി കൽപ്പിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുവാൻ പിശാചിന് നിങ്ങളെ സ്വാധീനമുള്ളവരാക്കി തീരേണ്ടതിന് നിങ്ങൾ തന്നെ പിശാചിന് നിങ്ങളെ വിൽക്കുന്നു.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തന്നെ ചെറിയവരാകുന്ന എന്തിനാണ്? നിങ്ങൾ തന്നെ പിശാചിന്റെ അടിമയാകാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ എത്രത്തോളം പിശാചിന് അടിമയായി, നിങ്ങളുടെ ചിന്തകളെ പിശാചിന് സ്വാധീനമുള്ള ചിന്തയാക്കി, യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന പ്രമാണിമാരെ പോലെ നിങ്ങൾ എങ്ങനെ നശിച്ചു പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നിക്കോദോമസിനെ പോലെ ചിന്തിക്കുക. നിക്കോദോമസിനെ പോലെ വിഷയങ്ങളെ മനസ്സിലാക്കുക. നിക്കോദോമസിനെ പോലെ ദൈവഭക്തനാകുക. നിക്കോദോമസ് യേശുവിൻ്റെ അരികിൽ വന്ന് യേശുവിനെ കുറിച്ച് വ്യക്തിപരമായി അറിയുന്നതിന് മുമ്പേ അവന്റെ വെളിപ്പാട് പ്രാപിച്ചതുപോലെ നിങ്ങൾ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുക. യേശു സാധാരണ മനുഷ്യരായിരുന്നില്ല. യേശു സ്വർഗത്തിൽ പിതാവെന്ന നിലയിൽ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അതേ യേശുവാണ് ഭൂമിയിൽ മനുഷ്യനായിരിക്കുന്നത്. അവൻ സ്വീകരിച്ച ശരീരമാണ് പുത്രൻ. എന്തിനു വേണ്ടി അവൻ പുത്രൻ എന്നൊരു ശരീരം സ്വീകരിച്ചു? പാപത്തിന് അവസാനം വരുത്തുവാൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. എന്തുകൊണ്ടാണ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ യേശു ഈ ശരീരം സ്വീകരിക്കാനുള്ള കാരണം? ആ കാരണം ആദ്യ മനുഷ്യന്റെ പാപം മുഖാന്തരമാണ്. പിതാവായ യേശു ഒരു ശരീരം സ്വീകരിച്ചത് ആദ്യ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ടാണ്. ആ പാവ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അവൻ അനുദപിച്ചു. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു രക്ഷിതാവിനെ അയക്കാം. ഉൽപ്പത്തി പുസ്തകം 3:15. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ നിങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയവനും എൻ്റെ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ നിങ്ങൾ എന്നേക്കാൾ ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും വലിയവരുമാണെന്ന് ഞാൻ അറിയുന്നു, വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുമ്പോൾ നിക്കോദോമസ് യേശുവിൻ്റെ അരികിൽ വരുന്നതിന് മുമ്പുണ്ടായ ദൈവികമായ ചിന്ത നിങ്ങളിൽ ഉളവാകട്ടെ. നിങ്ങൾ അസാധാരണ വ്യക്തികളാണ്. നിങ്ങൾ നശിച്ചു പോകരുതേ. ദൈവം ഏകനാകുന്നു. ഏകനായ ദൈവത്തിന് സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെടാൻ കഴിയത്തില്ലയോ? നിങ്ങൾ എന്തിനിങ്ങനെ ചെറുതായിട്ട് ചിന്തിക്കുന്നു എൻ്റെ പ്രിയരെ? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ലയോ? ദൈവത്തിൻ്റെ മക്കളാകുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെറുതായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്? നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ചിന്തയുള്ളവരായി തീരുവീൻ. നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് അറിവീൻ. നിങ്ങൾ നിങ്ങളുടെ ദൈവമാകുന്ന പിതാവിനെ കുറിച്ച് അറിവീൻ. യേശു തൻ്റെ ദൈവത്വം മുന്നമേ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ യേശു തൻ്റെ ദൈവത്വം വെളിപ്പെടുന്നതിന് മുമ്പേ, തൻ്റെ ദൈവത്വം പൂർണ്ണ രീതിയിൽ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പേ, അതായത് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പേ, നിക്കോദോമസ് അവനെക്കുറിച്ച് അറിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ അവൻ്റെ കൂടെ ഇരുന്ന 3.5 വർഷം അവൻ തിരഞ്ഞെടുത്ത അവൻ്റെ ശിഷ്യന്മാരിൽ പലർക്കും ഈ ദൈവമെന്ന നിലയിൽ അവനെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിക്കോദോമസ് അത് മനസ്സിലാക്കിയെന്നറിയണം. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. കർത്താവിൻ്റെ സന്നിധിയിൽ യോഹന്നാന്റെ സുവിശേഷം 3:2 വാക്യം, അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഓ, എന്തൊരു വെളിപ്പാടാ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ദൈവപുത്രൻ എന്ന നിലയിൽ നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന കൂട്ടമേ, ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉപദേശിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു. പ്രിയരെ, നിക്കോദോമസിന് ലഭിച്ച വെളിപ്പാട് ലഭിക്കണം. നിങ്ങൾ യേശുവിൻ്റെ അരികിൽ വന്ന് വചനം കേട്ട്
മാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് മാത്രമാണ് നിങ്ങൾ യേശുവിനെ കുറിച്ചുള്ള ദൈവത്വം മനസ്സിലാക്കി. അപ്പോഴും നിങ്ങൾ പറയുന്നു ഈ ദൈവം എന്ന നിലയിൽ യേശു രണ്ടാമനാണെന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് തെറ്റാണ് ആ അറിവ്. യേശു രണ്ടാമനോ മൂന്നാമനോ അല്ല, യേശു മാത്രമേ ഉള്ളൂ. സ്തോത്രം. യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 62-ാം വാക്യത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വിഷയത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണെന്ന്: മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നു നിങ്ങൾ കണ്ടാലോ. ജീവിക്കുന്നത് ആത്മാവാകുന്നു. ആത്മാവെന്ന നിലയിൽ നിങ്ങൾ ചിന്തിക്കുക, ആരാണ് ആത്മാവ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ കണ്ടെന്ന് ശിഷ്യന്മാർ സാക്ഷീകരിക്കുമെങ്കിൽ ആ കണ്ടത് ആരെയാണ്? പരിശുദ്ധാത്മാവിനെയാണെന്ന്. ആരാണ് പരിശുദ്ധാത്മാവ്? പിതാവായ ദൈവം. ദൈവം ആത്മാവാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീയോട് യേശു പറയാണ്, ദൈവം ആരാകുന്നു? ആത്മാവാകുന്നു. പിതാവ് ആരാകുന്നു? ആത്മാവാകുന്നു. പുത്രനായ യേശു കള്ളം പഠിപ്പിക്കുമോ എൻ്റെ പ്രിയരെ? ദൈവം ആത്മാവാകുന്നു. പിതാവായ ദൈവം എന്ന് പറഞ്ഞ ആത്മാവാകുന്നു. ആത്മാവായ പിതാവായ ദൈവമാണ് ഉയർത്തെഴുന്നേറ്റതായി ശിഷ്യന്മാർ സ്വർഗാരോഹണം ചെയ്തപ്പോൾ കണ്ടത്. ആ കണ്ടത് ആത്മാവാണ്. ആ കണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. അങ്ങനെയെങ്കിൽ എത്ര ദൈവമുണ്ട് എൻ്റെ പ്രിയരെ? ദൈവത്തിന് നിങ്ങൾ ആളത്വം കൊടുക്കുന്നത് എന്തിനാണ്? ദൈവം ഒത്തിരി ആളല്ല, ദൈവം ഏകനാണ്. ഒരേ ഒരു വ്യക്തിയുള്ളൂ ദൈവം. എൻ്റെ പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന സ്നേഹിത, താങ്കൾ ഒരുപക്ഷെ വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അല്ലാത്തവർ വാക്ക് കേൾക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഭർത്താവാണ്. നിങ്ങൾ ഒരു ഭൂമിയിൽ ഒരു അപ്പനും പുത്രനായിട്ട് ജനിച്ചവനാണ്. അതുകൊണ്ട് നിങ്ങൾ പുത്രനാണ്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അപ്പനാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അപ്പനാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് താങ്കൾ ഭർത്താവാണ്. അപ്പന് മകനാണ്. താങ്കൾ എന്ന വ്യക്തി എത്ര പേരുണ്ട്? 3 വ്യക്തിയുണ്ടോ? 3 ആളുണ്ടോ? ജോൺസൺ എന്ന വ്യക്തിയെ എന്നെ കേൾക്കുന്നെങ്കിൽ, യോഹന്നാൻ എന്ന വ്യക്തിയെ എന്നെ കേൾക്കുന്നെങ്കിൽ, മർക്കോസ് എന്ന വ്യക്തിയെ എന്നെ കേൾക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര, തോമസ് എന്ന വ്യക്തി എന്നെ കേൾക്കുന്നെങ്കിൽ, ജോൺസൺ എന്ന വ്യക്തി എന്നെ കേൾക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര, ഇനി ഏതെങ്കിലും പേര്, ഇത് ഞാൻ പറയാത്ത ഏതെങ്കിലും പേരിന്റെ ഉടമസ്ഥനാ താങ്കളെങ്കിൽ, താങ്കൾ വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. താങ്കൾ ഭാര്യയ്ക്ക് ഭർത്താവാണ്, അപ്പന് മകനാണ്, മക്കൾക്കപ്പനാണ്. താങ്കൾ അപ്പന് മകൻ എന്ന ഒരു നിലയിലാണോ മക്കൾക്ക് അപ്പനായിട്ടിരിക്കുന്നത്? നിങ്ങൾ മകൻ എന്ന നിലയിൽ അപ്പൻ്റെ മുമ്പിലും മക്കളുടെ മുമ്പിൽ അപ്പൻ എന്ന നിലയിലും ഇരിക്കുന്ന അതേ തലത്തിലാണോ ഭാര്യയ്ക്ക് ഭർത്താവായിട്ടിരിക്കുന്നത്? ഇത് 3 വ്യത്യസ്തമായ ശുശ്രൂഷയല്ലേ പ്രിയരെ? ഈ വ്യത്യസ്തമായ തലത്തിൽ താങ്കൾ വർക്ക് ചെയ്യുമ്പോൾ, പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ 3 വ്യക്തിയുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇതേപോലെ ദൈവം പിതാവായതുകൊണ്ട് അതൊരു വ്യക്തി, അതേ ദൈവം പുത്രനായതുകൊണ്ട് വേറൊരു വ്യക്തി, അതേ ദൈവം കാര്യസ്ഥനായി നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു വ്യക്തിയായി താങ്കൾ കാണുന്നെങ്കിൽ, എൻ്റെ പ്രിയ സഹോദര, അങ്ങനെ കാണരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് താങ്കളോട്. എൻ്റെ പ്രിയ സഹോദരി, അങ്ങനെ താങ്കൾക്ക് കാണാൻ കഴിയുന്നെങ്കിൽ വളരെ വളരെ ദുഃഖിക്കേണ്ട സമയമായിരിക്കുന്നു. നിക്കോദോമസിനുള്ള വെളിപ്പാട് പോലും താങ്കൾക്കില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. നമ്മുടെ ആയിത്തീർന്ന നിക്കോദോമസിന് ഉണ്ടായിരുന്ന വെളിപ്പാട്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ദുഃഖിക്കുക.
ഈ വെളിപ്പാട് മനസ്സിലാക്കി കൊടുത്ത കർത്താവിൻ്റെ മുമ്പിലാണ് അവൻ വന്ന് സംസാരിക്കുന്നത്. എന്നിട്ട് നിക്കോദോമസിനോട് യേശു പറയുകയാണ് 3:13, സ്വർഗത്തിൽ ആ വെളിപ്പാട് ലഭിച്ചതുകൊണ്ട് കർത്താവ് ഇത് പറഞ്ഞാൽ കുറച്ചും കൂടെ അവൻ ആഴത്തിൽ മനസ്സിലാവും. പിന്നെ അവൻ ഒരു ക്വസ്റ്റ്യനും കർത്താവിനോട് ചോദിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി ഇപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആര് സ്വർഗത്തിൽ കയറി? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രൻ. അപ്പോൾ നിക്കോദോമസിന് എല്ലാം മനസ്സിലായി. താൻ കടന്നു വന്നിരിക്കുന്നത് മോശ മുഖാന്തരം ഞാൻ ആരുടെ മുമ്പിലാണ് അഡോണി യഹോവേ എന്ന് വിളിച്ചു മുട്ടുകുത്തുന്നത്? ഞാൻ എൻ്റെ ജനിച്ച നാൾ മുതൽ ഞാൻ ഈ നിമിഷം വരെ ആരുടെ മുമ്പിലാണ് രാവും പകലും പ്രാർത്ഥന കഴിക്കുന്നത്? അവന് ആണല്ലോ ഈ ശരീരത്തിൽ മനുഷ്യനായിരിക്കുന്നതെന്ന് ആർക്ക് മനസ്സിലായി? നിക്കോദോമസിന് മനസ്സിലായി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിൽ പ്രബോധിപ്പിക്കുന്നത്, പ്രിയ സഹോദരങ്ങളെ, നിക്കോദോമസിന്റെ വെളിപ്പാടുള്ളവരായി നിങ്ങൾ തീരണം. നിക്കോദോമസ് ജനിച്ച അവന് ദൈവ ലോകത്തിൽ അവൻ്റെ മാതാപിതാക്കളാൽ ജനിപ്പിച്ച അവന് തിരിച്ചറിവാകുവാൻ സമയമായപ്പോൾ, ഞാൻ കേട്ടിട്ടുള്ളത് ശരിയാണെങ്കിൽ, ഒരു യഹൂദ കുഞ്ഞ് ജനിച്ചാൽ അവരപ്പ അമ്മ എന്ന് വിളിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞ് പഠിപ്പിക്കുന്ന വാക്ക് യഹോവേ, യാവേ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവന് തിരിച്ചറിവ് വന്നവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ആരുടെ മുമ്പിലാണോ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്, ഈ യേശുവിൻ്റെ അഴിക്കൽ വരുന്ന ആ രാത്രിയുടെ മുമ്പ് വരെ അവൻ ആരുടെ മുമ്പിൽ ഇരുന്നാണോ പ്രാർത്ഥിച്ചത്, ആരുടെ മുമ്പിലായിരുന്നു വെളിപ്പാട് പ്രാപിച്ചത്, അതേ കർത്താവിൻ്റെ മുമ്പിൽ, അതേ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ഇന്ന് രാത്രിയിൽ കടന്നു വന്നു സംസാരിക്കുന്നതെന്ന് അവന് വെളിപ്പാട് ലഭിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കും ഈ വെളിപ്പാട് ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതുതായുള്ള ജനനം ലഭിക്കുകയുള്ളൂ. പുതുതായുള്ള ജനനം ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തു ആരാണെന്ന് വെളിപ്പെടണം. നിക്കോദോമസിന് വെളിപ്പെട്ടതുപോലെ യേശു ഒരിക്കൽ പറഞ്ഞു, സ്തോത്രം, പിതാവിനെ കുറിച്ചുള്ള വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാരോട് പറഞ്ഞു, ഞാൻ അവനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് വെളിപ്പെട്ട അതേ കർത്താവ്, അബ്രഹാമിന് മമ്രിയുടെ തൊപ്പിൽ വെളിപ്പെട്ട കർത്താവ്, ഹല്ലേലൂയ, നോഹയ്ക്ക് പെട്ടകമുണ്ടാക്കുന്ന സമയത്തും അതിനുശേഷവും നോഹയോട് സംസാരിച്ചുകൊണ്ടിരുന്ന അതേ കർത്താവ്, ശേത്ത് ദൈവത്തിൻ്റെ ദാസനായി ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ഹാനോക്ക് ആരോടോടോ പറ്റിച്ചേർന്നിരുന്നത്, ഹല്ലേലൂയ, ആദ്യ മനുഷ്യനും ഭാര്യയും ആരുടെ മുമ്പിലാണ് അനുദപിച്ചത്? ഇതേ ദൈവം തന്നെയാണ്. അതേ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് നിക്കോദോമസ് ആ രാത്രിയിൽ കടന്നു വന്നതെന്ന് അവൻ വെളിപ്പെട്ടപ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയരെ, വേറൊരു സംശയവും നിക്കോദോമസ് ഉച്ചരിക്കാതെ അവൻ്റെ മുമ്പിൽ ശരണപ്പെട്ടതുപോലെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി, മഹാദൈവമായ നസ്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കാത്ത പക്ഷം നിങ്ങൾക്ക് വീണ്ടും ജനനം സംഭവിക്കില്ല. യേശു യഹൂദ പ്രമാണിമാരോട് പറഞ്ഞു, ഞാൻ തന്നെയാണ് ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചത്, എൻ്റെ മുമ്പിലാണ് അവൻ അനുദപിച്ചത്,
ശേത്തിനെ ഞാനാണ് ജനിപ്പിച്ചത്, അവൻ എൻ്റെ ഭക്തനായിരുന്നു. ഹാനോക്ക് എന്നോടുകൂടാണ് പറ്റിച്ചേർന്നത്. നോഹ എൻ്റെ വാക്ക് കേട്ടാണ് പെട്ടകം നിർമ്മിച്ചത്. ഹല്ലേലൂയ. അബ്രഹാം എൻ്റെ മുമ്പിലാണ് രൂപാന്തരപ്പെട്ടത്. ഇസഹാക്കിനെ ഞാനാണ് ജനിപ്പിച്ചത്, യാക്കോബിനെ ഞാനാണ് ജനിപ്പിച്ചത്. അവൻ മോശയോട് സംസാരിച്ചത് അവൻ സീനായി മലയിൽ വെച്ച് അവൻ ആരോടുകൂടാണ്, ആരുടെ രൂപമാണ് പുറവശം കണ്ടത്, ആരാണ് അവനോട് സംസാരിച്ചത്, ഒരു സ്നേഹിതനെന്ന പോലെ അവനോട് സംസാരിച്ചത് ആരാണെന്ന് അവൻ മനസ്സിലാക്കി. അതേ ദൈവമാണ് ഈ ഭൂമിയിൽ ശരീരത്തിൽ വെളിപ്പെട്ടിരിക്കുന്നതെന്ന് നിക്കോദോമോസിന് മനസ്സിലാക്കി കൊടുത്ത അതേ വെളിപ്പാട് എന്നെ കേൾക്കുന്ന സഹോദര, നിനക്കും വെളിപ്പെട്ടാൽ മാത്രമേ നിന്റെ പാപത്തിനു മോചനം വരികയുള്ളൂ. കർത്താവ് എന്താ പറഞ്ഞത്? അവനാണ് ഞാനെന്ന് നിങ്ങൾ വിശ്വസിക്കാത്രത്തോളം കാലം നിങ്ങൾ നിങ്ങളുടെ പാപത്തിലിരിക്കും. അവനാണ് ഞാൻ. ആരാണ് ഞാൻ? യേശു ക്രിസ്തു എന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുകയുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത, ദൈവത്തെക്കുറിച്ചുള്ള ഈ വെളിപ്പാട് ലഭിക്കാത്തൊരു വ്യക്തിയും യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വരികയില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിന് സ്നാനപ്പെടുകയുമില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിന് സ്നാനപ്പെടാത്ത ഒരു വ്യക്തിക്ക് പുതുതായി ജനിക്കാൻ പറ്റുകയില്ല. പുതുതായി ജനിക്കാത്തൊരു വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാധുര്യമയുടെ കടക്കാൻ പറ്റുകയില്ല. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. യേശുവിൻ്റെ സഭയുടെ അംഗമാകണമെങ്കിൽ പ്രിയ സഹോദര, നീ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടാലേ നിൻ്റെ പേര് യേശു തൻ്റെ സഭയോട് ചേർക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർക്കുന്നു. ഈ തിരുവെഴുത്തും പ്രകാരം യേശു ക്രിസ്തുവിനെ ആണിപ്പിലുള്ള കരങ്ങളാൽ നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമെങ്കിൽ, സഹോദരി, താങ്കളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമെങ്കിൽ, പ്രിയ സ്നേഹിത, സഹോദര, സുഹൃത്തെ, താങ്കളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമെങ്കിൽ നിങ്ങൾ പത്രോസിൻ്റെ ഉപദേശപ്രകാരം മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. കാരണം യേശു ക്രിസ്തു എന്ന പേര് പിതാവിൻ്റെ പേരാണ്, അത് പുത്രൻ്റെ പേരാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ പേരാണ്. പരിശുദ്ധനായ പിതാവിൻ്റെ പേരിലാണ് പുത്രനെ അയച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്തോത്രം 17-ാം അധ്യായം വ്യക്തമായി 6-ാം വാക്യത്തിൽ, 11-ാം വാക്യത്തിൽ, 12-ാം വാക്യത്തിൽ, 26-ാം വാക്യത്തിൽ, സ്തോത്രം 5-ന്റെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ലെന്ന് യേശു തന്നെ സാക്ഷ്യം പറയും. ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെ പേരെന്താണ്? യേശു. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് ദർശനത്തിൽ പറഞ്ഞു, നീ മകനെ പ്രസവിക്കുന്ന യേശു എന്ന് പേരിടണം. സ്വപ്നത്തിൽ യോസഫിനോട് പറഞ്ഞു, മറിയെ ചേർത്തുകൊള്ള, നീ ശങ്കിക്കേണ്ട, പരിശുദ്ധാത്മാവിനാണല്ലേ അത്രേ ഗർഭം ധരിച്ചിരിക്കുന്നത്. അവനൊരു മകനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് രോഗാശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നവരെ, വീര്യപ്രവൃത്തി ചെയ്യുന്നവരെ, നിങ്ങൾ ചെയ്തതുപോലെ തന്നെയാണ് പുത്രനായ യേശു ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് പിതാവായ യേശുവിൻ്റെ പേരിലാണ് ഈ ഭൂമിയിൽ മരിച്ചൊരിയർപ്പിച്ചത്, രോഗികളെ സൗഖ്യമാക്കിയത്, ഭൂതങ്ങളെ പുറത്താക്കി, കുഷ്ഠരോഗികളെ സൗഖ്യം, തളർവാദികളെ എഴുന്നേൽപ്പിച്ചത് യേശു എന്ന പേരിലാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ
എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നശിച്ചു പോകുവാൻ എളുപ്പമുണ്ട്. മാനസാന്തരപ്പെടുവീൻ, മടങ്ങി വരുവീൻ എന്ന് ഞാൻ നിങ്ങളോട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ഞങ്ങളും ആഗ്രഹിക്കുന്നു. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുകയും കർത്താവിലേക്ക് മനം തിരിയുവീൻ, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുവീൻ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയരെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ വാസ്തവമായി സ്നേഹിക്കുന്നെങ്കിൽ, യേശു ക്രിസ്തു തമ്മിൽ ക്ഷമിച്ചതുപോലെ നിങ്ങളും തമ്മിൽ ക്ഷമിപ്പീൻ. നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യരാകുന്നുവെങ്കിൽ, കർത്താവ് അവസാനം ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, അപ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകമറിയും. തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവിടെ വിദ്വേഷമില്ല, പകയില്ല, പ്രതികാരമില്ല, ദ്വന്ദ്വപക്ഷമില്ല, ഭിന്നതയില്ല, അസൂയയില്ല. സ്തോത്രം. അവിടെ സ്വയനീതീകരണമില്ല, ന്യായീകരണമില്ല. പ്രിയരെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാനും സ്നേഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് മനം തിരിയുവാൻ ദൈവം, പരിശുദ്ധ പിതാവ് ആയ നസറനായ യേശു ക്രിസ്തു, സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.